നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഗൾഫിൽ നിന്നും എത്തിയ യുവതി തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ഗുളിക കഴിച്ച് മരണാസന്ന നിലയിൽ. കാമുകൻ വഞ്ചിച്ച പ്രണയനൈരാശ്യവും ജീവിത തകർച്ചയുമാണ് കാരണമെന്നറിയുന്നു. റെയിൽവേ സ്റ്റേഷനിലെ പോർട്ടിക്കോയിലാണ് യുവതിയെ അബോധാവസ്ഥയിൽ കണ്ടത്. കരുനാഗപ്പള്ളി സ്വദേശിനി ഗംഗാദേവിയാണ് അവശനിലയിൽ കണ്ടെത്തിയത്. യുവതിയുടെ കാമുകൻ VIP ആണെന്നും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണെന്നും പറയുന്നു. വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് വാക്കുകൊടുക്കുകയും ഒടുവിൽ വിവാഹ വാഗ്ദാനം കാറ്റിൽ പറത്തി യുവതിയെ വീട്ടിൽ നിന്നും ഇറക്കി വിടുകയും ചെയ്തു എന്നാണ് പരാതി. ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് സംഭവം പോലീസിൽ അറിയിച്ചത്. അതേസമയം ഇവരുടെ കാമുകൻ അടുത്ത കാലത്ത് വിവാദങ്ങളിൽ നിറഞ്ഞു നിന്ന സിനിമാ പ്രവർത്തകനാണെന്നാണ് സൂചന. സംഭവ സ്ഥലത്തെത്തിയ പോലീസ് RPF വനിതാ കോൺസ്റ്റബിൾമാരുടെ സഹായത്തോടെ യുവതിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിഷം ഉള്ളിൽ ചെന്ന ലക്ഷണങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ലെങ്കിലും ഏതോ ഗുളിക അമിതമായി കഴിച്ചതായി ഡോക്ടർമാർ വ്യക്തമാക്കി. യുവതി പുലർച്ചെ ഓട്ടോറിക്ഷയിൽ റെയിൽവേ സ്റ്റേഷനിൽ മുന്നിൽ വന്നിറങ്ങുന്നതായി CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. യുവതിയുടെ കൈവശമുണ്ടായിരുന്ന ബാഗുകൾ പരിശോധിച്ച പോലീസ് ഇവർ കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിനിയാണെന്ന് സ്ഥിരീകരിക്കുകയും സംഭവം കരുനാഗപ്പള്ളി പോലീസിനെ അറിയിക്കുകയും ചെയ്തു. വിരുദ്ധമായാണ് സംസാരിക്കുന്നത്. ഇവരെ വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം നൽകിയ വ്യക്തി ഇവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടുവെന്നും മറ്റും അബോധാവസ്ഥയിൽ യുവതി പുലമ്പുന്നുണ്ടായിരുന്നു. ഇതേ തുടർന്നാകാം ആത്മഹത്യാശ്രമം നടത്തിയതെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. യുവതിയുടെ ബന്ധുക്കൾ എത്തിയ ശേഷം മാത്രമേ സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ എന്ന് പോലീസ് വ്യക്തമാക്കി. യുവതിയെ വഞ്ചിച്ച ആൾക്കെതിരെ പരാതി നൽകിയാൽ മാത്രമേ പോലീസിന് നടപടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും പ്രവാസി യുവതിക്ക് സംഭവിച്ച ഈ ദുരന്തത്തിൽ പലർക്കും വിഷമവും ആശങ്കയും ഉണ്ടായി. ഈ മാസം 5-നാണ് യുവതി നാട്ടിൽ നിന്ന് UAE-യിലേക്ക് പോയത്. കഴിഞ്ഞ ദിവസം ഇവർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറങ്ങിയതായി പാസ്പോർട്ട് പരിശോധിച്ചതിൽ നിന്ന് പോലീസ് വ്യക്തമാക്കി. അതേസമയം യുവതി എന്തിനാണ് തിരുവനന്തപുരത്ത് എത്തിയത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ലെന്നും സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും തമ്പാനൂർ പോലീസ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.